അരുൺ മതീശ്വരൻ സംവിധാനം ചെയ്ത് നമ്മുടെ ലോകേഷ് കനകരാജും വാമിക ഗബിയും പ്രധാന കഥാപാത്രത്തിൽ എത്തുന്ന പുതിയൊരു സിനിമ വരുന്നുണ്ട് തമിഴിൽ നിന്നും. DC എന്നാണ് പടത്തിന്റെ പേര്. നമുക്കറിയാം ഈ ലോകേഷ് നല്ല ബാറ്റ്മാൻ അല്ല DC യൂണിവേഴ്സിന്റെ ഭയങ്കര ഒരു ഫാനാണ്. ഇനി അതുകൊണ്ടാണ് ഇപ്പോഴത്തെ DC എന്ന് പേരിട്ടതെന്ന് നമുക്കറിയില്ല. ഏതായാലും DC എന്ന് പറഞ്ഞൊരു പടത്തിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. ഈ അരുൺ മതീശ്വരനെ നിങ്ങൾക്ക് അറിയാം, ഇതിന്റെ ഡയറക്ടർ, അതായത് നമ്മുടെ ക്യാപ്റ്റൻ വിന്നർ അല്ലേ ധനുഷിന്റെ, ആ പടത്തിന്റെ, പിന്നെ റോക്കി എന്നൊക്കെ ഒരു പടത്തിന്റെ ഒരു പടമുണ്ട്, അത്യാവശ്യം നല്ല പടമാണ്. ക്യാപ്റ്റൻ വിന്നർ നിങ്ങൾ കണ്ടു കാണും മിക്കവാറും. ഈ പടത്തിന്റെ ഡയറക്ടറാണ് പുള്ളി. അപ്പോൾ ഇവരുടെ പുതിയൊരു പടം വരുന്നുണ്ട് DC. അപ്പോൾ അതിന്റെ ട്രെയിലർ നമുക്ക് ഏതായാലും കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. സൺ പിക്ചേഴ്സ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, കലാനിധി മാധവൻ പ്രസൻസ്. അറിയാമല്ലോ, ഈവിൾ ഈസ് ഗുഡ്, ഗുഡ് ഈസ് ഈവിൾ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല കേട്ടോ. ലോകേഷ് കനകരാജ്, ദേവദാസ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ലോകേഷിൻ്റെ ആദ്യമായിട്ട് ഫസ്റ്റ് പടം തോന്നുന്നു ഇത് ലീഡ് ആക്ടറായിട്ട്. പുള്ളി ക്യാമിയോയിലൊക്കെ വന്നിട്ടുണ്ട്, നമ്മുടെ മാസ്റ്ററാത്തൊക്കെ ഉണ്ട്. എനിക്ക് പുള്ളിയുടെ അപ്പം ഫസ്റ്റ് ലീഡ് ആക്ടിങ് ആയിട്ടുള്ള ഫസ്റ്റ് പടമെന്ന് തോന്നുന്നു ഇത്. കൊള്ളാം. ദേവദാസ്. വാമിക ഗുബി, ചന്ദ്ര. വലിയൊരു ഇതാണ് മ്യൂസിക്. അതെ കൊള്ളാം. போலீஸ் கொள்ளுவா, டாக்டர் கொள்ளுவா. വയലൻസ് തന്നെ. മ്യൂസിക് കൊള്ളാം. അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു റൊമാൻറ്റിക് ബ്ലെൻഡ് വരുന്നുണ്ടല്ലോ, നല്ല രസമുണ്ട്. വയലൻസ് തന്നെ. ക്യാപ്റ്റൻ മെർലിനൊരു വൈബ് കിട്ടി ആ ഭാഗത്ത്. കയ്യിലേത് നൈസ്. മ്യൂസിക് കിടിലൻ. ഒറിജിനൽ സൗണ്ട് ട്രാക്ക് അതിനകത്ത് മാൻ ഒരു രക്ഷയില്ല. ഇതിനകത്ത് ഒരു ഷൂട്ടിങ്ങിന് ഒരു പ്രശ്നമുണ്ട്. ഭയങ്കര ഓളായിട്ട് ബ്ലഡ് തെറിക്കുന്ന ഫീൽ കിട്ടിയിട്ടില്ലേ? എല്ലാത്തിനും തെറിച്ച് ഭയങ്കരമായിട്ട് ഈ ഓസിന്ന് വെള്ളം തെറിക്കുന്നതല്ല. ചന്ദ്രടാ. അരുൺ മതീശ്വരൻ, written and directed by ഫ്രെയിം. DC. ട്രെയിലർ നൈസ് ആയിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട്. മ്യൂസിക് അടിപൊളി. കാരണം ആ വയലൻസ് സീനും ഈ റൊമാൻറ്റിക് മ്യൂസിക്കിൻ്റെ ബ്ലെൻഡും കൂടെ. അനിരുദ്ധിൻ്റെ മ്യൂസിക് എന്തൊക്കെ പറഞ്ഞാലും പുള്ളി ഇപ്പം ചില കോപ്പി കാറ്റ് അല്ലെങ്കിൽ ചില സെയിം മ്യൂസിക് പോലെ തോന്നും. നമുക്ക് പറയാം ബീസ്റ്റ് കണ്ടിട്ട് നമ്മൾ ദേവര കാണുമ്പം സെയിം ഒരു സാധനം തന്നെയാണ്. പക്ഷേ ആ പടം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു ക്രേസ് വരും. അതാണ് വേണ്ടത്. ഇപ്പം പണ്ടത്തെയൊക്കെ ചില ഇപ്പം മാസ്റ്റർ പീസ് ആയതുകൊണ്ട് 19 വർഷം കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും കേട്ടോണ്ടിരിക്കാന്നൊക്കെ പറയും. പക്ഷെ അതല്ല, നമ്മൾ പടം കാണുമ്പോൾ നമുക്ക് ആ ഒരു എനർജി കിട്ടത്തില്ലേ? അത് തരുന്നുണ്ടെങ്കിൽ ഹീസ് എ ബെസ്റ്റ് മ്യൂസീഷ്യൻ, അല്ലെങ്കിൽ ഹീസ് കിടിലൻ. അനിരുദ്ധ് ആ കാര്യത്തിൽ മാസ് സാധനം തരണമെങ്കിൽ അനിരുദ്ധ് അടിപൊളി. എനിക്ക് ഇതിൻ്റെ മ്യൂസിക് ഇഷ്ടപ്പെട്ടു. ആ ബ്ലെൻഡ് നൈസ് ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് നല്ല
മേക്കിംഗ് വൈസിനും അത്യാവശ്യം നല്ലതാണ്. പിന്നെ അരുൺ മതീശ്വരൻ അത്യാവശ്യം ഈ ഒരു സാധനമാണ് പിടിക്കുന്നത്. റോക്കി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, നല്ല വയലൻസ് സാധനമാണ്. സോ എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. ട്രെയിലർ കണ്ടിട്ട് ഇതിൻ്റെ റിലീസ് ഡേറ്റ് എന്താ എഴുതിയിട്ടുണ്ടോ? ഇല്ലെന്ന് തോന്നുന്നല്ലേ, ഇല്ല, റിലീസ് പറഞ്ഞിട്ടില്ല. സോ ഈ അടുത്ത് തന്നെ കാണാൻ മിക്കവാറും. കൊള്ളാം. ഈ ഡി സി എന്താ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ ഈ പടത്തിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നറിയില്ല. ബട്ട് വയലൻസ് ആണ് പടം, മെയിൻലി വയലൻസ് ആയിരിക്കും. ലോകേഷിൻ്റെ പടം തന്നെ നമുക്കറിയാം വയലൻസ് ആണ്. പുള്ളി അഭിനയിക്കാൻ വരുന്ന പടത്തിൽ ഇത് തന്നെയാണ്. പിന്നെ വാമിക ഗബ്ബി അത്യാവശ്യം നല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ആക്ട്രസ്സാണ്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു. ട്രെയിലർ നൈസ് ഉണ്ട്. ആ ഒരു സീൻസ്, വയലൻസ് വിത്ത് ദാറ്റ് ബ്ലെൻഡ് കിടില. എനിക്ക് ഈ ആക്ഷൻ മൂവീസ് ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ല രീതിക്ക് വർക്കായി കഴിഞ്ഞാൽ കിട്ടിലാണ്. സോ എനിക്ക് ട്രെയിലർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾക്ക് ഈ ട്രെയിലർ കണ്ടിട്ട് എന്താ അഭിപ്രായം എന്നുള്ള കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പം മറ്റൊരു വീഡിയോ വരുന്നവരേക്കും സ്നേഹിച്ചിട്ടായിരിക്കും വാച്ചിങ് ഫ്ലിക്ക് ആൻഡ് ഫ്രെയിംസ്.